പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിലലയടിയാൻ ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളം, വായോ പോകാം പാടാം മേളം. നന്മയുടെ സമ്മാനം, നന്മയുടെ സ്വരമായി ഉയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാം വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Voice of Goodness Season 3. ആദ്യം തന്നെ അറിയാലോ, നമ്മൾ നമ്മുടെ ജഡ്ജസിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി പോളച്ചനെ ആദ്യം ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. മനോജ് ചേട്ടാ സ്വാഗതം. സിസ്ലി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെ കൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം വേദിയിലേക്ക് എത്തുന്നു മെറിൻ റോയ്. ഓടി വരൂ മെറിൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ആ കുഴപ്പമില്ല. സ്കൂളൊക്കെ പഠിപ്പൊക്കെ നന്നായിട്ട് പോകുന്നല്ലോ. നന്നായിട്ട് പോകുന്നു. ഓക്കെ, മോള് ടിവിയിൽ മോളുടെ ഫസ്റ്റ് റൗണ്ടിലത്തെ പാട്ടുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ മോൾ കുറെ പേർക്കൊക്കെ അത് അയച്ചു കൊടുത്തിട്ടും ഉണ്ടാവും അല്ലേ? എത്ര തവണ യൂട്യൂബിൽ മോള് തന്നെ മോളുടെ പാട്ട് കണ്ടു? കൊറേ തവണ. കൊറേ തവണ കണ്ടു. അപ്പൊ പല തവണയും കാണുമ്പോ മോള് ഓരോ തവണ കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഓരോന്ന് മോളുടെ ഡ്രോബാക്സ്, കുറ്റങ്ങള്, കുറവുകള് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാ ലിസ്റ്റിലുണ്ടായിരുന്നു? കേക്കട്ടെ. ഇടയ്ക്ക് സൗണ്ട് സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ചില സംഗതികളൊന്നും കറക്റ്റ് അല്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ, പിന്നെ കറക്റ്റ് താളത്തിനനുസരിച്ച് ഇത് വരുന്നില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഓരോ തവണ കാണുമ്പോ എന്റെ ഈശ്വരൻ എന്തൊക്കെയാണെന്നല്ലേ. പക്ഷെ അങ്ങനെ കുറെ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ആ ഒന്നാമത്തെ റൗണ്ടില് നല്ല മാർക്കൊക്കെ വാങ്ങി നല്ല പാട്ടുകളൊക്കെ പാടിയത് കൊണ്ട് മോള് രണ്ടാമത്തെ റൗണ്ടിലേക്കും എൻട്രി ചെയ്തിരിക്കുകയാണ് അല്ലേ? അത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. അപ്പോ പക്ഷേ മോളോ ഈ രണ്ടാമത്തെ റൗണ്ടിലേക്ക് വന്നപ്പം മെറിൻ വിചാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പോയ മിസ്റ്റേക്സുകളൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം അല്ലേ? ഉറപ്പാണല്ലോ. ഇനി അന്ന് കണ്ട ഓരോ മിസ്റ്റേക്സും ഇനി പുതിയതായിട്ട് വല്ലതും ഉണ്ടാക്കോ? ഇല്ല. സൂപ്പർ. ഓക്കെ, മെറിൻ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ഈ രണ്ടാമത്തെ റൗണ്ടിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് തന്നെ. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മള് സയൻസ് കാറ്റഗറി ആണോ ആദ്യം? അല്ല, സെമി ക്ലാസിക്കൽ തുടങ്ങാണ്. ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ നല്ലൊരു ഗാനത്തോടു കൂടി രണ്ടാമത്തെ റൗണ്ടിന്റെ തുടക്കമാണ് മെറിന്റേത്. എല്ലാവിധ ആശംസകളും. നന്നായിട്ട് പാടുക. താങ്ക് യു.
നിനക്കെന്റെ ധൂപാർച്ചന. വളരെ റിലാക്സ്ഡ് ആണ്, നന്നായിട്ട് പാടി. മോൾക്ക് ഇഷ്ടമായോ പാടിയിട്ട്? കംഫർട്ടബിൾ ആയിട്ട് ഓക്കെ ആണോ? ഓക്കെ, അത്രയ്ക്ക് ഓക്കെ അല്ലായിരുന്നു. എന്ത് പറ്റി? എനിക്ക് പനി പിടിച്ചിരിക്കുവായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒക്കെ ഓക്കെ വരുന്നതേ ഉള്ളൂ. അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലേ? നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ പാടിയിട്ട്? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുവിധം നന്നായിട്ട് പാടിയ പാട്ടാണ്. അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് എത്ര കേട്ടാലും മതി വരത്തില്ല ദാസേട്ടൻ പാടിയത്. അപ്പൊ അതിന്റെ കുറവുകൾ ഇവിടെ ഉണ്ടാവും. ദാസേട്ടനെ വെച്ചിട്ടാണോ സർ മോളെ അങ്ങനെയല്ല, ആ പാട്ടിന്റെയാണ്. അതെ, അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം നമ്മൾ കേട്ട് കഴിയുമ്പോ അല്ലേ നമുക്കൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ്. പക്ഷെ മോൾക്ക് പറ്റുന്നത് പോലെ മാക്സിമം ഇന്ന് ഹെൽത്ത് ഓക്കെ ആയിട്ട് അല്ലേ വരുന്നതേ ഉള്ളൂ. പക്ഷെ മാക്സിമം നന്നായിട്ട് പാടി. ആരോടെ ചോദിക്കണം? ആരോടെങ്കിലും നന്നായി പാടി. പനിയൊന്നും പാട്ടിലേക്ക് അഫക്ട് ചെയ്ത പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. മെറിൻ വളരെ മനോഹരമായിട്ട് പാടി. നല്ല ശബ്ദം, നല്ല സെലക്ഷൻ,
ഇത് ഏത് രാഗാന്ന് വല്ല ഐഡിയ ഉണ്ടോ? ധർമ്മവതി. വെരി ഗുഡ്. ധർമ്മവതി. അത് കർണാട്ടിക് മ്യൂസിക്കിലെ എത്രാമത്തെ മേളകർത്തിയെന്ന് അറിയോ? അറിയോ? നേരത്തെ പറഞ്ഞ പോലെ 72 മേളകർത്തി ഉണ്ടല്ലോ, അതിൽ 51ാമത്തെ മേളകർത്ത രാഗമാണ് ധർമ്മവതി. അതിൻ്റെ പ്രതിമധ്യമ രാഗമുണ്ട് ഗൗരി മനോഹരി എന്ന് പറഞ്ഞ് 23ാമത്തെ മേള. അതിൻ്റെ മാത്രം മാറുന്നുള്ളൂ ധർമ്മവതിയിലേക്ക് വരുമ്പോൾ. ഓക്കെ, അത് അധികം കേട്ടുപരിചയമുള്ള ഒരു രാഗമല്ല. വെച്ചാൽ വളരെ ചുരുക്കമായിട്ട് ഉപയോഗിക്കുന്ന രാഗങ്ങളിൽ ഒന്നാണത്. പക്ഷെ നല്ലൊരു മെലഡിയാണ്. മോള് തിരഞ്ഞെടുത്തതിൽ വളരെ ആരാണ് സഹായിച്ച് തിരഞ്ഞെടുക്കാൻ? പപ്പയാണ്. അതെ അല്ലേ. പപ്പ ഇങ്ങനെ പാട്ട് കുറെ കേൾക്കുന്ന. എന്താ പേര്? റോയ്. അമ്മയുടെ പേര് ഷിജി. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണം വല്ലതുണ്ടോ? ദാസേട്ടന്റെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കാറുണ്ട് ഒത്തിരി, അതിന്റെ കൂടെ കിട്ടിയൊരു പാട്ടാണ് ഇതില്. എനിക്കൊരു സജഷനുള്ളൂ, കുറച്ചും കൂടി സ്വരങ്ങളൊക്കെ കൂടിയുള്ള പാട്ടാണെങ്കിൽ നമുക്കിതിൽ സ്കോർ ചെയ്യണമല്ലോ. അപ്പൊ കുറച്ചും കൂടി ഉള്ള സ്കില്ല് കാണിക്കാവുന്ന പാട്ട് നല്ലതാണ്. പാട്ടിന്റെ ആ സ്ട്രക്ചറിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണല്ലോ. അപ്പോൾ കുറച്ചും കൂടി സ്വരങ്ങളും ഒക്കെയുള്ള അതും കൂടി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ മോളുടെ കഴിവ് പുറത്തേക്ക് പ്രയോഗിക്കാമായിരുന്നു എന്നൊരു സജഷൻ മാത്രം. അപ്പോൾ നല്ല ഇടയ്ക്കുള്ള ഹമ്മിങ്, ആലാപൊക്കെ വളരെ നല്ലതായിരുന്നു. വളരെ പ്രിസൈസായിട്ട് പാടി. മെറീന് ആ വലിയൊരു ഗിഫ്റ്റ് ഉണ്ട്, നല്ല മ്യൂസിക് അല്ലേ? കഴിഞ്ഞ റൗണ്ടിലൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്ത ആളല്ലേ? അതെ, സ്കോർ ചെയ്ത ആളാണ്. അപ്പോൾ ആ ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ട്. അതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൂടുതൽ സ്കോപ്പുള്ള പാട്ടുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമുക്കുള്ളിലുള്ള നമ്മുടെ ആ സിദ്ധികളൊക്കെ പുറത്തേക്ക് പ്രയോഗിക്കണ്ടേ? അതിന് അനുയോജ്യമായിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കുറേയും കൂടി നമുക്ക് ശക്തി കൂടുതൽ കിട്ടും. ഇത് സജഷൻ മാത്രമായിട്ട് ഞാൻ പറയുന്നതാണ്. പക്ഷെ മോള് ഈ പാട്ട് വളരെ നന്നായിട്ട് പാടി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. മനോജേട്ടാ? മെറിൻ അതിമനോഹരമായിട്ട് ഈ പാട്ട് പാടി. താങ്ക് യു സർ. കാരണം എനിക്ക് ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ ഒരു ഇരുത്തം വന്ന ഒരു കച്ചേരിയൊക്കെ പാടി കുറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സിംഗറുടെ പോലെയാണ് തോന്നിയത്. കർണാട്ടിക് പഠിക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു 6 മാസമായിട്ട് പഠിക്കുന്നുണ്ട്. 6 മാസം ആയിട്ടുള്ളൂ. വോയിസ് ഓഫ് ഗുഡ്നെസ്സിൽ കയറി. പിന്നെ ആണോ? ഓ വാവ്, കൺഗ്രാജുലേഷൻസ്. ഇപ്പൊ എവിടം വരെ എത്തി? ഇപ്പോ വക്രജണ്ട വരച്ചാ കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു സീസൺഡ് സിംഗർ. ഇപ്പം 6 മാസം ആയിട്ട് മാത്രമേ ആയിട്ടുള്ളൂ കർണാട്ടിക് പഠിച്ചു തുടങ്ങിയിട്ട്. പക്ഷെ അതുപോലെ അല്ലോ പാടുന്നത്. ഒരു 6 വർഷമൊക്കെ ആയിട്ട് പഠിക്കുന്ന പോലെ പാടുന്നുണ്ട്. ഈ പനിയൊന്നും എനിക്ക് തോന്നുന്നില്ല, അച്ഛൻ പറഞ്ഞ പോലെ അങ്ങനെ അഫക്റ്റഡ് ആയെന്ന് തോന്നുന്നില്ല. എന്താ പറയുന്നത്, നന്നായി അവിടെ ഇരുന്നിട്ട് ആ ഗമകങ്ങളും അതിൻ്റെ ഒരു സഞ്ചാര ദിശയൊക്കെ വളരെ മനോഹരമായിട്ട് മോള് പാടുണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ഈ രാഗം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു രാഗമാണ് ഈ ധർമാവതി. അപ്പം അതിൻ്റെ സ്വരസ്ഥാനങ്ങളൊക്കെ അറിയാവോ? ഇല്ല. അത് സാറിന് ഈ പാട്ട് പാടി കേൾപ്പിച്ചോ? ടീച്ചർ ആയിരുന്നു പാടി. ഓക്കെ, ടീച്ചർ. ഓക്കെ. ടീച്ചർക്ക് ഇഷ്ടമായി ഇത് പാടിയത്. ഓക്കെ. അപ്പം എന്തായാലും എനിക്ക് തോന്നിയത് 1-2 സ്ഥലങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. 1-2 സ്ഥലങ്ങൾ മാത്രമാണ് എനിക്ക് ഈ രാഗത്തിൽ നിന്ന് വിട്ടുപോയ ചില നോട്ടുകൾ ഫീൽ ചെയ്തത്. ഒന്ന് ഫസ്റ്റ് പല്ലവി ആയിരുന്നു. എനിക്കിത് പല്ലവി പാടാനായിട്ട് ഇത്തിരി ഒരു പ്രയാസം പോലെ തോന്നി. പിന്നെ അതിനുശേഷം ചരണം വന്നപ്പോൾ യു ടുക്ക് ഓഫ്. അവിടുന്ന് അനുപല്ലി തൊട്ട് വേറൊരു ലെവലായിരുന്നു. എന്തായാലും മോള് വളരെ എന്താ പറയുക, ഒരു സീസൺഡ് സിംഗറുടെ പോലെ പാടി. 6 മാസമായിട്ട് കർണാട്ടിക് പഠിക്കുകയാണെന്നേ തോന്നില്ല. കാരണം ആ ഭാവങ്ങളും ആ സ്വരസ്ഥാനങ്ങളും ആ സഞ്ചാരമൊക്കെ വളരെ മനോഹരമായിരുന്നു. താങ്ക് യു സർ. ഓക്കെ, അപ്പം എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. സിസ്ലി? മെറിൻ എന്തോ? മെറിൻ നമ്മുടെ കഴിഞ്ഞ റൗണ്ട്സിൽ നല്ല ടോപ്പ് സ്കോററിൽ ഒരാളാണ് അല്ലേ? 27 കിട്ടിയ ആളാണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രതീക്ഷയാണ് മെറിൻ സ്റ്റേജിൽ വരുമ്പോൾ. അപ്പോൾ ഇന്ന് സാധാരണ അന്ന് പാടിയതിനെക്കാട്ടിൽ ഇച്ചിരി ഒരു പേടി തോന്നി മെറിനും മൊത്തത്തില്. എനിക്ക് തോന്നുന്നു ശബ്ദത്തിന്റെ ഒരു പേടിയായിരുന്നോ? അതെ, ഡ്രൈ ആയി പോകുമ്പോ
അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. ആ ഒരു ഭയം നമുക്ക് ഫീൽ ചെയ്യണ്ടായിരുന്നു. പക്ഷെ പാടും തോറും മോളുടെ കോൺഫിഡൻസും വോയിസും ബെറ്ററായി തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. സോ നന്നായി ആ പ്രാക്ടീസ് എടുത്തത് അതിൻ്റെ ഒരു വേർത്തായി. നമുക്ക് ഫൈനൽ ടേക്ക് എടുത്തപ്പോൾ നന്നായിട്ട് വോയിസ് തെളിഞ്ഞു വന്നു, മോൾക്കും ഒരു കോൺഫിഡൻസ് വന്നു. പിന്നെ ഈ ക്ലാസിക്കൽ സെമി ക്ലാസിക്കലിൻ്റെതായ ഒരു പേടി ഉണ്ടാവും, നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടോ പാടാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ മോള് പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു കേട്ടോ. താങ്ക് യു. ചില പോർഷൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു പല്ലവിയാണ് മോൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ. നമുക്കൊരു ബിഗിനിങ് ഓഫ് ദ സോങ് എപ്പോഴും നല്ല രീതിയിൽ തുടങ്ങുമ്പോഴാണ് നമുക്കൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുള്ളി ആ പാട്ടിലോട്ട് ആയിക്കോളും. പക്ഷെ ബിഗിനിങ്ങിലെ നമ്മളൊരു ഒരു ഷേക്കിംഗ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു കേൾക്കുന്ന ആൾക്കാർക്ക് അയ്യോ ഇതെന്ത് പറ്റി എന്ന് നമുക്ക് തോന്നും. അപ്പൊ എപ്പോഴും ബിഗിനിങ് ഓഫ് ദ സോങ് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ അതൊരു കോൺഫിഡൻസിൽ പാടാനായിട്ട് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ആക്ച്വലി ചരണമൊക്കെ വന്നപ്പോൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിൽ ചില ലൈൻസ് ഞാൻ എഴുതി വെച്ചത് വെരി ഗുഡ്, നോക്കിനും വാക്കിനും എന്നൊക്കെ പറയുന്ന ആ ഒരു ലൈൻസ് ഒക്കെ ഉണ്ട്. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോഴത്തേക്ക് ശരിക്കും ഇറങ്ങി ആ പാട്ടിലേക്ക്. അത് വരാനായിട്ടൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അപ്പം അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നന്നായിട്ട് പാടാൻ കഴിയട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ മെറിൻ, എന്തോ ഇനി ഇന്നും എത്ര മാർക്കാണ് എല്ലാവർക്കും കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്? നോക്കാം. സിസ്ലി? മെറിന് 8.5. താങ്ക് യു മാം. മനോജ് ചേട്ടാ? മെറിന് എന്താ പറയുക, ഒരു കർണാട്ടിക് ഒരു സംഭവം ഉള്ളിലുണ്ട്, മോളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായൊരു കർണാട്ടിക് എങ്ങനെ പാടണം, ഒരു സോങ് എങ്ങനെ പാടണം എന്നുള്ളത്. അപ്പോൾ കുറെ കൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, 8.5. താങ്ക് യു സർ. അച്ഛാ? മെറിന് 8.5. താങ്ക് യു അച്ഛാ. അപ്പൊ ഫസ്റ്റ് റൗണ്ടില് 3 ഗാനങ്ങൾക്കും 27/30 വാങ്ങിയ മെറിന് സെക്കൻഡ് റൗണ്ട് വന്നപ്പോഴത്തേക്ക് ഒരല്പം, പക്ഷെ അത് വേറെ ഒന്നും കൊണ്ടല്ല, മെറിന്റെ ശബ്ദം ഇപ്പൊ അന്നത്തെക്കാട്ടിലും കുറച്ചും കൂടെ തുറന്നു, നല്ല ഭംഗിയാണ് ഇപ്പോ കേൾക്കാനും എല്ലാം. പക്ഷെ ഈ ഒരു പാട്ട് സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ ജഡ്ജ്മെന്റ് കുറച്ച് മാറുമല്ലോ, അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളാണ്. 25.5 മാർക്സ് ആണ് മോൾക്ക് ഈ പാട്ടിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ ഇനി 2 പാട്ടും കൂടെ ഉണ്ട് മോൾക്ക് പാടാനായിട്ട്. അതിൽ നല്ല മാർക്ക് ഇനിയും വാങ്ങിക്കണം കേട്ടോ. ശരി, പോയിട്ട് വരും. ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ഏദൽ ജോൺ വരൂ. ഏദൽ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അതെ, നമ്മുടെ പ്രോഗ്രാം ടിവിയിൽ കണ്ടില്ലേ? ഫ്രണ്ട്സ് ഒക്കെ കണ്ടോ? എല്ലാരും കണ്ടു. കാണാത്തവർക്കൊക്കെ നമ്മൾ യൂട്യൂബിൽ ലിങ്ക് അയച്ചു കൊടുത്ത് എല്ലാരെയും കാണിപ്പിച്ചു. എന്നിട്ട് എന്താ എല്ലാരും പറഞ്ഞേ? എല്ലാരും പറഞ്ഞു നല്ല ഫീലിങ്സ് കൊടുത്ത് പാടണം, ഇനി പാടാൻ പോകുന്ന റൗണ്ടിൽ അടിച്ചു പൊളിച്ചു പാടണം എന്ന് പറഞ്ഞു. എന്നിട്ട് മോന്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചോ? കുറവുകൾ എന്തെങ്കിലും? എല്ലാരും പറഞ്ഞു ഫീലിങ്സ് കൊടുത്ത് പാടണം. അതപ്പോ കുറവായിരുന്നോ ഇത്ര നാളും? കുറവായിരുന്നോ? അമ്മ എപ്പോഴും പറയാറുണ്ട്. എന്താ അമ്മ പറയണേ? എപ്പോഴും ഞാൻ പാടുമ്പോ ഫീലിങ്സ് കൊടുക്കാറില്ല. ഫീലിങ്സേ ഇല്ല? അതേ ഇല്ലെന്നല്ല, ചെറുതായിട്ടൊക്കെ ഉണ്ട്. ചെറുതായിട്ടേ ഉള്ളു. അപ്പൊ അമ്മ എപ്പോഴും പറയും മോനെ കുറച്ചും കൂടെ ഫീലിങ്സ് ഇടൂ, മോനെ കുറച്ച്. അതെങ്ങനെയാ അമ്മ പറയണേ? പറഞ്ഞേപ്പിച്ചേ. ഒട്ടും ഫീലിങ്സ് ഇല്ല വീട്ടിലെ കുട്ടോന്ന് വിളിക്കാം. ശരി. ഒട്ടും ഫീലിങ്സ് ഇല്ല കുട്ടോ, ഇനി പാടാൻ പോകുന്ന ഇതില് നല്ലോണം ഫീലിങ്സ് കൊടുത്ത് പാടണം എന്ന് പറയും. പിന്നെ എന്തൊക്കെയാണ് അമ്മ കണ്ടുപിടിക്കണേ? അമ്മയോ പാടുന്ന സ്ഥലത്ത് തെറ്റിപ്പോയാൽ അതൊന്നും സാരമില്ല, തെറ്റിപ്പോന്ന ഇത് നമ്മുടെ മുഖത്തുണ്ടാകാൻ പാടില്ല, നല്ലോണം പാടിക്കൊള്ളെന്ന് പറഞ്ഞു. അമ്മ കൊള്ളാലോ. പിന്നെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളോ? അപ്പൊ ഇന്ന് ഇപ്പോഴും അമ്മ അത് തന്നെ പറഞ്ഞിട്ടായിരിക്കും ഇപ്പൊ ഇങ്ങ് വിട്ടിരിക്കുന്നത്. അപ്പൊ ഇത് റെഡി ആണല്ലോ. ഇന്ന് ഫുൾ ഫീലിങ്സോടെയാണ് വന്നിരിക്കുന്നത്. ഫുൾ ഫീലിങ്സോടെ. ഏതാ പാട്ട് കേക്കട്ടെ? കരതാറിൽ മുഖമൊന്നമർത്തി. അത് ഏത് കാറ്റഗറിയാ? ലെൻഡൻ കാറ്റഗറിയിലുള്ള പാട്ടാണ്. ഓക്കെ, അപ്പോ ഇന്ന് ഏബൽക്കുട്ടന്റെ ഫുൾ ഫീലിങ്സോട് കൂടി, ഇടയ്ക്ക് തെറ്റിപ്പോയാ പതറരുത്, ചമ്മല് കാണിക്കരുത്, ഫുൾ കോൺഫിഡൻസോട് കൂടി ഏബൽ പാടാൻ പോകുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് കാണാം, ആസ്വദിക്കാം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ജീവിതക്കുരിശിന്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നീറുന്ന ഓർമ്മകളെല്ലാം ഒന്നു മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിനാഥ കരുണാമയ കനിയണമേ സ്നേഹനാഥ കാൽവരിനാഥ കരുണാമയ കനിയണമേ സ്നേഹനാഥ ആക്രോശിത രൂപത്തിൽ നോക്കി ഒന്നനുദപിക്കാൻ കഴിഞ്ഞെങ്കിൽ ആക്രോശിത രൂപത്തിൽ നോക്കി ഒന്നനുദപിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ വചനങ്ങൾ അനുസരിച്ചെന്നും ഒന്നു ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിനാഥ കരുണാമയ കനിയണമേ സ്നേഹനാഥ കാൽവരിനാഥ കരുണാമയ കനിയണമേ സ്നേഹനാഥ എന്ത് രസമായിട്ടാ പാടിയേ. താങ്ക് യു. എങ്ങനെയാ ഫീലിങ്സ് ഒക്കെ പോയോ അതോ ഉണ്ടായിരുന്നോ? പോയെന്ന് തോന്നുന്നു. പോയോ? കുട്ടുവിന്റെ ഫീലിങ്സ് ഒക്കെ എന്താണ് അമ്മ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം? ഫീലിങ്സ് ഉണ്ടായിരുന്നോ? എന്നാലും ഇച്ചിരി കുറവായിരുന്നു. അയ്യോ അമ്മ, ഈ അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് എത്ര പാടി കൊടുത്താലാണ് ഒരു തൃപ്തിയാവുക? നല്ലോണം പാടണം. ആണോ? എത്ര തവണ മോനെ കൊണ്ട് പാടിപ്പിക്കും? കൊറേ തവണ പഠിക്കും. പാടിക്കോ? മോൻ ടയേർഡാവോ അവസാനം? അങ്ങനെ ടയർഡാവുന്നു. ആവാറില്ല. എന്റെ മോൻ ചോദിക്കും, അമ്മ ഇത് എങ്ങനെയാ അമ്മ ഈ ഫീലിങ്സ് വരുത്തണേ, പാട്ടിൽ എങ്ങനെ ഇത് വരിക എന്ന് ചോദിക്കാറുണ്ടോ? ആ ചെലപ്പോ ഉണ്ട്. അപ്പൊ എങ്ങനെയാ അമ്മ പാടിത്തരോ? ആ ആഹാ, അമ്മ നല്ലൊരു ഗായികയാണല്ലേ. അമ്മയ്ക്ക് എന്താണെന്നറിയോ, മോൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പാടണം എന്നാണ് എല്ലാ അമ്മമാരുടെ ആഗ്രഹം. അതാണ് മോൻ ഓരോ തവണ പാടുമ്പോൾ ഇനിയും ബെസ്റ്റ് ആയിട്ട് പാട്, ഇനിയും കുറച്ചും കൂടെ നന്നായിട്ട് പാട് എന്ന് അമ്മ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പം നമ്മുടെ ഇവിടെ ജഡ്ജസ് ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിക്കാം. ശരി സിസ്ലിയെ, നമുക്ക് ആ സിസ്ലി മാമിന്റെ അടുത്ത് ചോദിക്കാം ആദ്യം. സിസ്ലി എങ്ങനെയാ? ഏബൽ കുട്ടു, എന്തോ ആ നല്ല രസമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എന്താണ് മോനെ ഫീലിംഗ്? എന്താ ഫീലിങ്സ് എന്ന് പറഞ്ഞ എന്താ? ലയിക്കണം. ആ എനിക്ക് വയ്യ. എത്ര വയസ്സായി? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 5ാം ക്ലാസ്. എന്റെ കർത്താവേ, 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലെ പിള്ളേര് ഗപ്പ് കൊണ്ടുപോവോ? ഒരു രക്ഷയില്ല. നിങ്ങള് ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ പൊട്ടിക്കുന്ന തോന്നണം. എന്താ ഫീലിംഗ്? നേരത്തെ ഒരു മെറിൻ ചേച്ചി വന്നില്ലേ, ആ ചേച്ചിനെ ഇന്നലെ ഞാൻ പഠിപ്പിച്ചായിരുന്നു. എന്താ പഠിപ്പിച്ചേ? ഫീലിങ്സ് ആണോ? അല്ല, ഫീലിങ്സ് നല്ലോണം ഉണ്ടായിരുന്നു. പാടുമ്പം ഇടയ്ക്ക് ഈ അങ്ങ് എത്താത്തപ്പം സെക്കൻഡ് ആയിരുന്നു എത്തുന്നത്. അത് ഹൈയിൽ എത്തിക്കാൻ ഞാൻ പറഞ്ഞു. പറഞ്ഞപ്പോണ്ട് ചേച്ചി ഇപ്പൊ പാടിയപ്പോ നീ ശ്രദ്ധിച്ചോ? എത്തിച്ചോ? ഹൈലെത്തിച്ചോ? അല്ല, മാത്രല്ല ഏബലിന്റെ വലിയൊരു കഴിവാ. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ വന്നപ്പോ ഏബൽ ഇവിടെ വരുന്ന ദിവസം
അന്ന് ആരൊക്കെയാണ് ഇവിടെ സീനിയേഴ്സ് ആയിട്ടുള്ള മോനെക്കാട്ടിലും മൂത്ത ആൾക്കാരൊക്കെ അവനെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന പോയി ശ്രദ്ധിച്ച് കേൾക്കും. എന്നിട്ട് അവര് പാടുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് ഏബൽ കണ്ടുപിടിക്കും. എന്നിട്ട് അവരെ നിർത്തി നിന്ന് അവർക്ക് കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. അത് ഭയങ്കര ഒരു ടാലന്റ് ആണ് ഏബൽ. മോനെ ഇങ്ങോട്ട് വാ. ഇതാ ഇവിടെ ഇങ്ങോട്ട് ഇരുന്നോ. ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കണേ ഇപ്പൊ? അയ്യോ എനിക്ക് വയ്യ. മെറിൻ ചേച്ചി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അല്ലേ? ഈ ചേച്ചിമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ നമ്മളല്ലേ? ചേച്ചി നന്നായിട്ട് പാടും. ആ പിന്നെ ആരാ പാടാത്ത? അല്ല, എത്താത്ത സ്ഥലത്ത് ഞാൻ എത്തിച്ചു ഞാൻ കൊടുക്കും. എത്തിച്ചു കൊടുക്കും കേട്ടോ. എത്താത്ത സ്ഥലത്ത് ഞാൻ എത്തിച്ചു കൊടുക്കും. എത്തിച്ചു കൊടുക്കപ്പെടും എന്ന് നമുക്കൊരു ബോർഡ് വെക്കാം. എന്തായാലും രസമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എന്താ ഫീലിംഗ്? ഓ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു ശരിക്കും മോൻ പാടിയപ്പം. ഈ ഒരു ലെന്റൻ എന്ന് പറഞ്ഞാൽ എന്താ മോൻ എന്ത് ഫീൽ ചെയ്താ പാടിയത് കേക്കട്ടെ. ഫീലിംഗ് എന്ന് പറയണ്ടല്ലോ, എന്ത് ഫീലിംഗിലാ പാടിയ? ഈ പാട്ട് നല്ലോണം ചങ്ക് പൊട്ടും. നല്ല ഫീലിങ്സും കൊടുത്ത് പാടണം. ദൈവം എനിക്ക് വയ്യ. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ? എല്ലാം അറിയാം. അപ്പൊ നമ്മളായിട്ട് ഇനി അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ബ്രില്യന്റ് കേട്ടോ, മിടുക്കൻ. വേറെ ഒന്നും പറയാനില്ല. കാരണം വളരെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒബ്സർവ് ചെയ്യുന്നു, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നു. ഞാൻ ആ മൈക്ക് പ്ലേസ്മെന്റ് ശ്രദ്ധിക്കുകയായിരുന്നു. അതൊക്കെ വളരെ ഒബ്സർവ് ചെയ്ത് ഈ പ്രായത്തിൽ അതൊക്കെ നോക്കി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രില്യൻറ്റ്. വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ആൻഡ് ഓൾസോ ഇതിന് മോൻ അഡീഷണൽ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, മോനെ നമ്മൾ എത്ര ഫീലിംഗ് കൊടുത്ത് പാടാൻ പറഞ്ഞാലും ഈ മോൻ പറഞ്ഞ പോലെ ചങ്ക് പൊട്ടിയൊക്കെ നമ്മൾ ആ പാട്ട് ഉള്ളിൽ നിന്ന് വരണം. അത് വരുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ചേച്ചി കറക്റ്റ് ചെയ്യാൻ പോവാ. ആഹാ, അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ. ഞാൻ കറക്റ്റ് ചെയ്യാൻ പോവാണേ. ആ കരത്താരിൽ എന്ന് പറയുന്ന ആ കേട്ടില്ല. കേട്ടോ അമ്മ കേട്ടോ? ഇല്ല. ആ കണ്ടോ? അപ്പൊ കണ്ടുപിടിച്ച് അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. എവിടെ പോയി? എവിടെ പോയി? അത് AC ഉള്ളോണ്ട് ചില കൊണ്ടുപോയോ? AC കൊണ്ടുപോയി. AC-യുടെ കാറ്റ് കൊണ്ടുപോയി. ഞങ്ങളുടെ AC കൊണ്ടുപോയി അല്ലേ? അത് പറ്റില്ല. നമുക്ക് AC-യിൽ ഒന്ന് കേക്കണം. ഒന്ന് കേൾപ്പിച്ചേ. ഒന്ന് കേക്കട്ടെ. കരതാരിൽ അന്നോട് കേക്കട്ടെ. അത് നല്ല രസമായിട്ട് കേക്കട്ടെ. കരതാരിൽ മുഖമൊന്നമർത്തി. ഓക്കെ. കുറച്ചും കൂടി ഒരു സ്ഥലത്ത് കേട്ടു. ആ ചരണം പാടി കഴിഞ്ഞ് വന്ന് എടുത്തപ്പോ കേട്ടു. ആ ബിഗിനിങ്ങിൽ ഒന്നും നമ്മൾ കേട്ടില്ല കേട്ടോ. അപ്പൊ ബേസ് കുറച്ചും കൂടി മോൻ പഠിക്കുന്നില്ലേ? ക്ലാസിക്കൽ പഠിക്കുന്നില്ലേ? അപ്പൊ ബേസ് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് വരാനുണ്ട്. ചിലപ്പം ഈ പറഞ്ഞ പോലെ AC കൊണ്ടുപോയതായിരിക്കും അല്ലേ? AC-യിൽ കുറെ നേരം ഇരുന്നല്ലോ. അല്ലെ പോകാൻ പാടില്ല കേട്ടോ. പിന്നെ ഈ ജീവിത കുരിശിന്റെ എന്നുള്ള ലൈനില്, അതായത് മോന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു തരുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം മോൻ ശരിയാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ട് നോക്കിയാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചാണ് ഈ ജീവിത കുരിശിന്റെ ഭാരം എന്ന് പാടിയ ലൈനില്ലേ. ലൈൻ ഒന്ന് പാടിക്കേ. ഈ ജീവിത കുരിശിന്റെ ഭാരം. ഇപ്പൊ കറക്റ്റായി. നേരത്തെ ടേക്കിൽ വന്നപ്പം കുരിശിന്റെ അവിടെ ഒരു ബ്രെത്ത് എടുത്തു. അപ്പൊ ബ്രെത്ത് എടുക്കാതെ ഒറ്റ വാക്കുകൾ അതേപോലെ തന്നെ ഒറ്റ ബ്രെത്തിൽ പറയാൻ നോക്കണം കേട്ടോ. അപ്പൊ ഇനി ശ്രദ്ധിച്ചാൽ മതി. അത് ഇനി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ. അതർവൈസ് വെരി ഗുഡ്, മിടുക്കൻ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജേട്ടാ, ഏബൽ, എന്തോ എന്ത് പെർഫോമൻസ് ആയിരുന്നു എന്റെ മോനെ. ഫീലിങ്സ് കൊണ്ട് അങ്ങ് നിറച്ചു ഞങ്ങളെ. ചങ്ക് പൊട്ടിയായിരുന്നോ പാടി കഴിഞ്ഞപ്പോ? ചെറുതായിട്ട് പൊട്ടിയോ? ഇനിയിപ്പോ ഡോക്ടറെ അടുത്ത് പോണ്ടി വരുമോ? വളരെ ഭംഗിയായിട്ട് പാടിട്ടോ. അപ്പൊ മമ്മിയാണ് പഠിപ്പിക്കുന്നത്? ഓക്കെ. അപ്പൊ അമ്മ നന്നായിട്ട് പാടില്ലോ അല്ലേ? ചെറുതായിട്ട്. ആണോ? അമ്മേനെ പഠിപ്പിക്കണോ? വേണ്ട. ഓക്കെ. എന്തായാലും മോനെ വളരെ ഇഷ്ടപ്പെട്ടു മോൻ പാടിയത്. ഞാൻ ഈ ഒരു ചെറുപ്പത്തിൽ തന്നെ വെറുതെ അല്ല മോന് എന്താ പറയുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന
അത്ര സിനിമ പറഞ്ഞു പോലെ അത്രയും ഗ്രാസ്പിംഗ് പവർ വളരെ കൂടുതലായിട്ടുണ്ട് മോനെ. വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക, ഗുരുസ്ഥാനത്താണ് ഇപ്പോൾ മോൻ നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, മോന് പ്ലാൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്നുവെച്ചാൽ ഹൈ പോർഷനൊക്കെ എത്തുമ്പോൾ നല്ല ഭംഗിയിലാണ് പാടിയത്. ആ കാൽവരി, ആ ഒരു ഹൈ ഇതൊക്കെ ആ കുരിശിൻ്റെ രൂപത്തിൽ നോക്കി ആ പോർഷനൊക്കെ. പിന്നെ ഇപ്പം എന്താ പ്രശ്നം വെച്ചപ്പോൾ ഇതിലിപ്പോൾ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇപ്പോൾ സിസ്ലി മാം പറഞ്ഞ ഒരു തെറ്റും അത് തന്നെയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. മോനെ നല്ല റേഞ്ച് ഉണ്ട്, ഇപ്പോഴേ തന്നെ നല്ല റേഞ്ചുള്ളൊരു വോയിസാണ്. നല്ല ഹൈ ആണെങ്കിലും ബേസ് ആണെങ്കിലും ഇത് ഇത്തിരി ചെറുപ്പത്തിൻ്റെ കൊണ്ടാണ് ഈ ലെവലിക്ക് ചെറിയൊരു പ്രയാസം തോന്നുന്നത്. അപ്പോൾ കർണാട്ടിക് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ഇപ്പം എത്ര വർഷമായി പഠിക്കുന്നു? ഞാൻ ചെറുപ്പത്തിലേ പഠിക്കാറുണ്ട്. ആദ്യം ചേട്ടൻ പോവായിരുന്നു പാട്ട് പഠിക്കാൻ, അപ്പൊ ഞാൻ കൂടെ പോയി. അപ്പം എന്റെ ഗുരു പറഞ്ഞു ഇവിടെ ഇരുത്തിക്കോ, പിന്നെ ഭാവിയിൽ നല്ല പഠനാവും വച്ചെന്ന് പറഞ്ഞു. മോനെ നോക്കിയിട്ട്? അപ്പൊ നീ പഠിക്കണ്ടായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. വെറുതെ കേൾക്കാൻ വേണ്ടി പോയതല്ല, പാട്ട് പഠിക്കാൻ വേണ്ടി പോയതാണ് ചേട്ടന്റെ ഒപ്പം. ഓക്കെ, എത്ര വർഷമായി? നഴ്സറി LKG ഒക്കെ തൊട്ട് പഠിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ കച്ചേരിയൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, കച്ചേരി ഒന്നും ചെയ്യാറില്ല. എന്തായാലും ചെയ്യണ്ട, നമുക്ക് കച്ചേരിയൊക്കെ ചെയ്യണ്ടേ? ആ രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരണം കേട്ടോ. ഓക്കെ, എന്തായാലും മോൻ്റെ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു ഈ ചില സ്റ്റുഡൻസിൽ കാണുന്ന അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൽ കാണുന്ന ഒരു ക്വാളിറ്റിയാണ്. ഒരു പ്രോഡിജി പോലെ തോന്നും നമുക്ക് ചില കുട്ടികളൊക്കെ പാടുന്നത് കേട്ടാ. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സിംഗിങ് അത്രയും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. പൊളിച്ചാ ഏബേൽ എന്തോ കഴിഞ്ഞ റൗണ്ടിൽ കണ്ട ഏബേൽ അല്ലത്, വളരെ വ്യത്യാസപ്പെട്ട ഏബേലാണ്. വളരെ ഗംഭീരമായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. വളരെ മനോഹരമായിട്ടായിരുന്നു ഇപ്രാവശ്യത്തെ പ്രകടനം. ഏബേലിൻ്റെ നല്ല പവർഫുൾ വോയിസാണ് മോൻ്റെ, വളരെ ശക്തിയുള്ള ശബ്ദമാണ്. അപ്പം അതിനെ നല്ല രീതിയിൽ പ്രയോഗിച്ച് വളരെ ഇൻവോൾവ് ചെയ്ത് പാടി. ഫീലിങ്സ് ഉണ്ടായിരുന്നു പാടിയപ്പോൾ കേട്ടോ. അപ്പം ഇനി ഏബൽ പിടിച്ച കിട്ടാണ്ടോ ഉയരങ്ങളിലേക്ക് പോവും. താങ്ക് യു അച്ഛാ. അപ്പൊ നല്ല ആശംസകൾ തരുന്നു. നല്ല വലിയ ഗായകനായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു. കർണാട്ടിക് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉണ്ട്. ഒരു ദിവസോ? അതാഴ്ചയല്ലോ? അല്ല, ഒരു ദിവസം. ഓ, ഇത്രയും സമയം കിട്ടുമോ? ചെയ്യാറുണ്ടോ? ഇപ്പോഴായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏത് സമയത്ത്? വൈകിട്ടോ? 8 മണി മുതൽ 9:30 അങ്ങനെയൊക്കെ. ഇപ്പൊ എന്താ പഠിച്ചുകൊണ്ടിരിക്കണ കർണാട്ടിക്കില്? കർണാട്ടിക്കില് എക്സസൈസ് ചെയ്യിപ്പിക്കുന്നില്ലേ, അതുപോലെ റിവൈസ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കില്ല. ഞാൻ മധ്യസ്ഥായി പരീക്ഷകള് ഇടയ്ക്ക് പാടും, സരള പരീക്ഷകള് പാടും, അങ്ങനെ കുറെ പാടും. വക്രചണ്ഡ പരീക്ഷകള് പാടും. വർണ്ണത്തിലേക്കൊക്കെ എത്തിയോ? വർണ്ണം എത്തി? അവിടെ വരെ പഠിച്ചു? വർണ്ണത്തിലൊക്കെ എത്തി? വെരി ഗുഡ്, വെരി ഗുഡ്. മോന് നല്ല ആശംസകൾ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. അപ്പൊ ഇത്രയും മിടുക്കനായ നമ്മുടെ ഏബലിനും ഏബലിന്റെ ഫീലിങ്സിനും ഒക്കെ എത്ര മാർക്കാണ് ഇനി വേണ്ടത്? എത്ര മാർക്ക് വേണമെന്ന് വിചാരിച്ചാ വന്നേ? 27, 28, 29 ഒക്കെ വേണം. അപ്പൊ 30 വേണ്ടേ? അവര് 30 എടുത്തു വെച്ചാ വേണ്ട. നീ 30 പറയാത്തത് കൊണ്ട് ഇനി അവര് 30 തരില്ല. കാരണം അവര് പാവം 3 പേരും 10ന്റെ മാർക്കും വെച്ചോണ്ട് നിൽക്കായിരുന്നു. കണ്ടാ, പറയുമ്പം 28, 29, 27 ഒക്കെ മതി. എന്നാ ശരി, പോളച്ചന്റെ അടുത്ത് ചോദിക്കട്ടെ ആദ്യം. പോളച്ചാ കസറിയിട്ടുണ്ടെന്ന് പറയാ. അപ്പൊ 9 കിട്ടി. താങ്ക് യു അച്ഛാ. മനോജ് ചേട്ടാ, ഗപ്പടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഗപ്പടിക്കാൻ വേണ്ടി 9 മാർക്ക്. താങ്ക് യു മനോജ് അങ്കിൾ. സിസ്ലി, ചങ്കു പൊട്ടി പാടിയ ഏബലിന് 9 മാർക്സ്. അപ്പൊ രണ്ടാമത്തെ റൗണ്ടില് വന്നപ്പോ തന്നെ ഏബൽ ദാ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയിട്ടാണ് ഇവിടുന്ന് പോണത്. 27 മാർക്സ് on 30. സന്തോഷായോ?
ഒത്തിരിയായി. ഒത്തിരി. അതെന്താന്നറിയാ ഒരു 27 തന്നേ? മോന്റെ അടുത്ത് ചോദിച്ചപ്പോ നീ ആദ്യം പറഞ്ഞത് 27 അല്ലേ? അതുകൊണ്ടാണ് ആ 27 അവർ ഇട്ട് തന്നെ. ആദ്യം തന്നെ 30 ഒക്കെ പറഞ്ഞിരുന്നേരം അപ്പോഴേ 30 ഇട്ട് തന്നേനെ. അടുത്ത പ്രാവശ്യം വരുമ്പോ അത് പറയും. അപ്പൊ അതുപോലെ പാടുകയും വേണം കേട്ടോ. അപ്പൊ ഒരു മാർക്ക് തരും. ഓക്കെ, അപ്പൊ പോയിട്ട് വരൂ. ശരി, പോയിട്ട് വരൂ. കാണാം കേട്ടോ. മിടുക്കൻ. ബൈ. അടുത്തത് നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള മറ്റൊരു കുട്ടിയാണ് വേദിയിലേക്ക് എത്തുന്നത്. ഫ്രഷ്ന. ഇന്ന് ഫ്രഷ്ന നല്ല തിളങ്ങിയൊക്കെയാണല്ലോ വരുന്നത്. ഈ തിളക്കം ഏത് പാട്ടിലാണോ പാടാൻ പോണത്? ഓക്കെ, ഏത് സെയിന്റിന്റെ മോള് പാടുന്നേ? ആന്റണി. ഓക്കെ, അതാണ് ഈ കളറൊക്കെ സെലക്ട് ചെയ്ത് അതുകൊണ്ടാണോ? എന്താ ആണോ? അതുകൊണ്ട്. ഓക്കെ, ഫ്രഷ്ന പോയ ആദ്യത്തെ റൗണ്ടിലെക്കാട്ടിലും വളരെ സ്മാർട്ടായിട്ട് കുറേയും കൂടെ പ്ലസന്റ് ആയിട്ട് സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യാനും പാട്ട് പാടാനും സംസാരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്റം മോളുടെ പാട്ടിലും വന്നിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് ഒരു പാട്ട് കഴിഞ്ഞു അല്ലേ മോളുടെ രണ്ടാമത്തെ റൗണ്ടിലത്തെ? അതിനെക്കാട്ടിലും നല്ല രീതിയിൽ ഈ രണ്ടാമത്തെ പാട്ട് പാടണം കേട്ടോ. അപ്പം പാട്ടിന് ശേഷം കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അഴുകാത്ത നാവേ അനശ്വര നാവേ അഭിഷേക വചനത്തിൻ നിറവേ ആയിരമായിരം ഹൃദയങ്ങളോടു നീ ദൈവത്തിൻ വചനം പ്രഘോഷിച്ചു. അടിയുറച്ചുറവായ വിശ്വാസത്തോടെ അവിടുത്തെ സുഖങ്ങളാലപിച്ചു. മാമലയോടും മത്സ്യങ്ങളോടും ദൈവമഹത്വങ്ങൾ വർണ്ണിച്ചു. മാമലയോടും മത്സ്യങ്ങളോടും ദൈവമഹത്വങ്ങൾ വർണ്ണിച്ചു. ഓ ഭാഗ്യപൂർണമാം നാവേ നീ എത്ര സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണമാം നാവേ നീ നല്ല ദൈവത്തെ വാഴ്ത്തി. അഴുകാത്ത നാവേ അനശ്വര നാവേ അഭിഷേക വചനത്തിൻ നിറവേ അനശ്വര സ്നേഹപിതാവാം ദൈവത്തിൻ അപദാനമെത്രയോ വാഴ്ത്തി. നീ അനവധ്യ സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണമാം നാവേ നീ എത്ര സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണമാം നാവേ നീ നല്ല ദൈവത്തെ വാഴ്ത്തി. നീ നല്ല ദൈവത്തെ വാഴ്ത്തി. നീ നല്ല ദൈവത്തെ വാഴ്ത്തി. ഹലോ. ഹലോ. മോളുടെ രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ പാട്ടും വളരെ ഭംഗിയായിട്ട് തന്നെ പ്രശ്ന പാടി അല്ലേ? എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ഈ പാട്ട്? കുറച്ച് സമയം കിട്ടി. ഏകദേശം ഒരു 1 month ആ കിട്ടി. ആ. അപ്പൊ ഒരു മാസം ഡെയിലി പ്രാക്ടീസ് ചെയ്തു. ഡെയിലി അല്ല, ആ ഇടവിട്ട്. ആഹാ, അതെന്താ ഒരു മാസം കിട്ടിയിട്ടും ഡെയിലി പ്രാക്ടീസ് ചെയ്യാതിരുന്നേ? തിരക്കായിരുന്നു അത്. അയ്യോ, മേഡത്തിന് എന്തായിരുന്നു ഇത്ര തിരക്ക്? എല്ലാം കഴിഞ്ഞില്ലേ? പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞു, സ്കൂളിലത്തെ ആനുവൽ ഡേ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ദിവസവും ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഓ ആ ഒരു അതുകൊണ്ട് എല്ലായിടത്തും എത്തിപ്പെടണമായിരുന്നു അല്ലേ? അവിടെ എല്ലായിടത്തും വലിയ താരമാണോ? അങ്ങനെയല്ല. ആ, പള്ളിയിൽ പാടാറുണ്ട്, സ്കൂളിലും ആനുവൽ ഡേക്കൊക്കെ മോളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ട്. ഓക്കെ, അപ്പൊ വലിയ താരമാണ്. മനോജേട്ടാ, ഈ താരത്തിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. പ്രശ്നമോള് വളരെ ഗംഭീരായിട്ട് പാടിയില്ലേ ഈ പാട്ട്. താങ്ക് യു. എനിക്ക് തോന്നുന്നേ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിൽ എത്തുമ്പോൾ നിങ്ങൾ വളരെ ഇമ്പ്രൂവ്ഡ് ആവുന്നുണ്ട്. ആ ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻഡേർഡൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പം ഇതിൻ്റെ രഹസ്യം എന്താണ്? ഇപ്പം പറഞ്ഞ് പള്ളിപ്പെരുന്നാളും ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതല്ലാത്ത സമയങ്ങളിൽ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ആണോ? അപ്പം ഇതാരീ പാട്ട് ചൂസ് ചെയ്ത് തന്നത്? അമ്മ. അമ്മയാണോ? അമ്മ പാട്ട് പാടുമോ? പാടില്ല. പാടില്ല. എന്താ പേര്? ഷീന. ഷീന. ഡാഡിയുടെയോ? എൻ്റെ ഒരു ജുവൽ. ജുവൽ. അനീത്തി? അനീത്തി ഒരേ കളർ ഉടുപ്പുണ്ടല്ലോ ഇട്ടിട്ടുള്ളത്. എല്ലാവർക്കും അതെ, രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ആളുകൾ ആണോ? ഓ, വെരി നൈസ്. ഓക്കെ, എന്തായാലും മോളെ ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോള് പാടിയത് ശരിക്കും നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു ഒരു ത്രൂ ഔട്ട്. ആ ഒരു തരം എന്താ പറയുക, ഒരു തരത്തിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തു മോള്.
താങ്ക് യു. ഇനി എന്താന്ന് വെച്ചാൽ കുറച്ച് പാട്ടില് ചെറിയ സ്ഥലങ്ങളൊക്കെയാണ് ഒരു പിച്ച് വേരി ഉണ്ടായിരുന്നത്. ചില സ്ഥലം ചിലത് ഷാർപ്പായിട്ട് പോകണ്ടായിരുന്നു. പക്ഷെ ചില സ്ഥലങ്ങൾക്ക് വളരെ പ്ലാൻസും ഗമങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മോൾക്ക് പാടാൻ സാധിച്ചു. താങ്ക് യു. എന്തായാലും ഇനി എന്തായാലും കർണാട്ടിക് മ്യൂസിക് പഠിക്കുക. അപ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, കുറേ കൂടെ ഭംഗിയായിട്ട് കൂടുതൽ പാടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. പൊളിച്ചാ പ്രശ്ന നന്നായിട്ട് പാടി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഇത് ഏത് വിശുദ്ധനെ കുറിച്ചുള്ള പാട്ടാന്ന്? സെന്റ് ആന്റണി. സെന്റ് ആന്റണി. അദ്ദേഹം പാതുവായിൽ അവിടെ പോയിട്ടുണ്ട്, പാതുവായിൽ. അപ്പോൾ സെന്റ് ആന്റണി ഇവിടെ മത്സ്യങ്ങളോട് വരെ സംസാരിച്ചു എന്നൊക്കെയാണല്ലോ പറയണത്. ഇതിൽ കോറസ് ഇല്ലേ ഈ പാട്ടിലുള്ള പോലെ ഒരു തോന്നലുണ്ടല്ലേ? കോറസ് ഉണ്ട്, പക്ഷെ ഞാനത് തന്നെ പാടി. അതായി. അപ്പൊ ആരെങ്കിലും വിളിക്കാമായിരുന്നല്ലോ, ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാൻ. ഇവിടെ കോറസ് പലരും മറ്റുള്ള നമ്മളുടെ കൂടെയുള്ള കുട്ടികളെ വിളിച്ച് പ്രാക്ടീസ് കൊടുത്ത് അതങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ലേ? ഇല്ല, അതിനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. പിന്നെ അത് അവർക്ക് അയച്ചു കൊടുത്താലും പഠിക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. ടൈം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ എളുപ്പം, ഉണ്ടാവണല്ലോ. കോറസായിട്ട് തന്നെ അവതരിപ്പിക്കണ്ടേ? അപ്പൊ അതിന് കുറേയും കൂടി രസം ഉണ്ടാവുമല്ലോ പാട്ടിനെ, കോറസും കൂടി ചേരുമ്പോഴേ. മോള് നന്നായി പാടി. ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങൾ എനിക്ക് തോന്നിയത്, ഒന്ന് ഈ എൻഡിങ് നോട്ട് വരുമ്പോൾ ഇതിൽ അനുപല്ലവി പാടി കൊടുത്ത് കാരുണ്യത്തിൽ എന്നുള്ള അങ്ങോട്ട് കേൾക്കണില്ല, മനസ്സിലായോ? ചിലപ്പോൾ അതിനെക്കുറിച്ച് അതുപോലെ ചൈതന്യത്തിൻ എന്നുള്ളത് അത് കൃത്യമായിട്ട് കേൾക്കണം. ദിവ്യ കാരുണ്യത്തിൻ അതങ്ങോട്ട് ഇങ്ങനെ അത്ര ശ്രദ്ധ അവിടേക്ക് എത്തണില്ല. ശ്രദ്ധ എത്തണം, അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ അതുപോലെ ഉച്ചാരണത്തിൽ ആരാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയയുടെ ദയായി പോയി, അതല്ലല്ലോ, ആരാധിച്ചു. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ബ്രീത്തിങ് കുറച്ചും കൂടി കപ്പാസിറ്റി കിട്ടണം അല്ലേ? ടെൻഷൻ കുറച്ചുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ടെൻഷൻ വരുമ്പോൾ അപ്പോൾ ബ്രീത്തിങ് കപ്പാസിറ്റി കുറയും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഘടന. അത് പാട്ടുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ടെൻഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് നമ്മൾ വിചാരിച്ച ബോഡി സപ്പോർട്ട് എന്ന് പറയും, വിചാരിച്ച പോലെ കിട്ടും. അപ്പോൾ ടെൻഷൻ കുറയ്ക്കണമെങ്കിൽ എന്തൊക്കെയാണ് 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിൽ. ഒന്ന്, ഹോംവർക്ക് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ തിരക്കായിരുന്നു, സമയം കിട്ടിയില്ല എന്ന് കൂടെ പറയാൻ കേട്ടു ഞാൻ. അപ്പോൾ അതൊന്നും നമുക്ക് കോമ്പറ്റീഷനിൽ ബാധകമാകുന്ന കാര്യമല്ല. നമ്മൾ ഹോംവർക്ക് ചെയ്തിരിക്കണം, ചെയ്തേ പറ്റൂ അല്ലേ? അപ്പോൾ ആരൊക്കെയാണ് ഹോംവർക്ക് ചെയ്തത് അവർ ചിലപ്പോൾ നമ്മളതിൽ കയറിപ്പോവും, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഹോംവർക്ക് ചെയ്തേ പറ്റൂ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടും നമുക്ക് പാടാൻ. പിന്നെ അതുപോലെ കുറച്ച് പ്രൊഫഷണൽ ടെക്നിക്സ് പിക്കപ്പ് ചെയ്യണം. അതിനാണ് ഈ മ്യൂസിക് പഠിക്കാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തതിൻ്റെ കാരണം. കുറച്ച് സംഗീതം പഠിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ കുറച്ചൊരു പ്രൊഫഷണൽ ടെക്നിക്സ് ഒക്കെ, വോയിസിൻ്റെ അല്ലെങ്കിൽ വോയിസ് ഡൈനാമിക്സ് കുറേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് നമ്മളെ ഈ പാട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മൾ പാട്ട് ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ബേസിസ് കുറേ അതിലേക്ക് നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും മോള് നന്നായിട്ട് പാടി. ഇതുപോലെ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി. ഹായ് പ്രശ്നക്കുട്ടി. നല്ല സോങ് നല്ലതായിട്ട് പാടി. മോള് കിട്ടിയ പാട്ട് നല്ല നീറ്റായിട്ട്, ഞാൻ അങ്ങനെ എഴുതി, നീറ്റ് സിംഗിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ കോറസ് അനീത്തി പാടുവോ? ഇല്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ അനീത്തി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നായിരുന്നു, നമുക്ക് പാടിക്കായിരുന്നു. ആ കോറസ് മിസ്സായി. പിന്നെ ഈ ചരണോ അനുപലവി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണോ? ഞാൻ ഓർത്തിനി ഞങ്ങക്ക് തന്നതില് മാറിപ്പോയതാണോ? ഞാൻ പെട്ടെന്ന് പാടി ആ ഒരു ഫ്ലോയിൽ വന്നപ്പോ നന്നായി. അല്ല, അത് നിർത്തുവോ അല്ലെങ്കിൽ തപ്പി എനിക്ക് ടെൻഷൻ വന്നത് പെട്ടെന്ന്. സാരമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്തായാലും പാടിയല്ലോ, എല്ലാ ലിറിക്സും വന്നിട്ടുണ്ട്. പിന്നെ ഓ ഭാഗ്യ അതല്ലേ കോറസ് വരുന്നേ അല്ലേ? അല്ലെ എപ്പോഴും ബാ പറയുന്ന ഒരു സാധാ ബായായിട്ടാ പറയുന്നത്. ഭാഗ്യം എന്നുള്ളത് എടുത്ത് പറയണം കേട്ടോ. പിന്നെ ഈ പാട്ട് അന്തോണി സുന്യാളുടെ പാട്ടാണ്. അന്തോണി സുന്യാളോട് പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോൾ എനിക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ അന്തോണി സുന്യാളിലൂടെ കിട്ടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അടുപ്പമാണ് അന്തോണി സുന്യാളൻ. പാതുവായിൽ ചേച്ചിയും പോയിട്ടുണ്ട്.
നമ്മൾ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, അതുപോലെ കാണാതെ പോകുന്ന സാധനങ്ങൾ കണ്ടുപിടിച്ച് തരുന്ന പുണ്യാളൻ, അങ്ങനെ പറയും. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഒരുപാട് അനുഭവമുണ്ട്, പ്രത്യേകിച്ച് കാണാതെ പോയാൽ അപ്പം പ്രാർത്ഥിച്ച കാര്യം കിട്ടും. എനിക്കിതേപോലെ ഒരു സാധനം, കുറച്ച് പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം അത് കാണാതെ പോയിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, പറയാൻ തന്നെ പേടിയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ പുണ്യാളിന് നേർന്നു, പുണ്യാളെ ഇതൊന്ന് കണ്ടുപിടിച്ച് തരണേ, ആരോടും പറയാൻ പോലും പേടിയാന്നൊക്കെ പറഞ്ഞിട്ട് നേർന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും എൻ്റെ അനിയൻ ഇത് എടുത്തോണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ഇത് ആരുടെയാന്ന് ചോദിക്കുകയാണ്. അന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്നുവെച്ചാൽ അത്രയ്ക്കും ഒരു അത്ഭുതമായിരുന്നു അത്, ആ കണ്ടു കിട്ടുക എന്ന് പറയുന്നത്. അത് കാണാതെ പോകാനുള്ള ചാൻസസ് ആയിരുന്നു കൂടുതലും. പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുണ്യാളൻ്റെ അടുത്ത് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് പുണ്യാളൻ്റെ അടുത്താണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചാൽ പുണ്യാളൻ അത് നമുക്ക് നേടിത്തരും. അങ്ങനെ നമ്മളോട് എല്ലാവരോടും വളരെ അനുകമ്പയുള്ള അത് ഈ അഴുകാത്ത നാവിനെ കുറിച്ചാണല്ലോ കൂടുതലും ഇതിനകത്ത് പറയുന്നത്. അപ്പം അത് പറയുന്നത് ബാക്കി റിമെയിൻസ് ചെക്ക് ചെയ്തപ്പോൾ ബാക്കി എല്ലാം അഴുകിപ്പോയിരുന്നു. ഈ ജോ ബോണില്ലേ, അതും ഈ നാവുമാണ് അഴുകാതെ അവിടെ റിമെയിൻസിലുണ്ടായിരുന്നത്. അതിപ്പോഴും അവിടെ പാതുവായിൽ പ്രിസർവ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒരുപാട് ഈ സുവിശേഷ പ്രഘോഷണം ഈ നാവ് കൊണ്ട് ചെയ്തതുകൊണ്ടാണ് അത് അങ്ങനെ റിമെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുണ്യാളിനെ കുറിച്ചുണ്ട്. അതെല്ലാം റിമൈൻഡ് ചെയ്തു. താങ്ക് യു. അപ്പം നമുക്ക് എല്ലാവർക്കും പുണ്യാളിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു. ഇനി മാർക്ക് അറിയണോ? വേണോ? ശരി. സിസ്ലി? പ്രശ്ന 8 out of 10. മനു ചേട്ടാ? പ്രശ്നയ്ക്ക് 8.5. അച്ഛാ? കൃഷ്ണയ്ക്ക് 8 മാർക്ക്. ഓക്കെ, അപ്പൊ മോൾക്ക് 24.5 മാർക്സ് ആണ് 30 ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ഗാനവും കഴിഞ്ഞു. ഇനി ഒരേ ഒരു ചാൻസും കൂടെയാണ് ഉള്ളത്. അതോടെ ഈ സെക്കൻഡ് റൗണ്ടും കഴിയാണ്. ഓക്കെ, അപ്പോൾ വാശിയേറിയ നല്ല ഒരു ഹെൽത്തി ഒരു കോമ്പറ്റീഷൻ മോളുടെ മനസ്സിലുണ്ടാവണം. അതിനനുസരിച്ച് സമയമെടുത്ത് ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ട് വേണം മൂന്നാമത്തെ പാട്ടുമായിട്ട് ഇവിടെ വരാൻ. ഓക്കെ, ശരി മോളെ, പോയിട്ട് വരും. അങ്ങനെ വാശിയേറിയ ഇന്നത്തെ മത്സരങ്ങളും കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. പക്ഷെ നമ്മുടെ മത്സരങ്ങൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എത്ര എപ്പിസോഡിലൂടെ എത്ര വാശിയേറിയ മത്സരങ്ങളും പെർഫോമൻസുമാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോ നമുക്ക് കാത്തിരിക്കാം അതിനെല്ലാമായി. ഓക്കെ, അപ്പോ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമ്മൾ വീണ്ടും കാണും. Till then, bye-bye. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. അതെ, ഇവൻ നന്നായി പാടി. താങ്ക് യു. ഇവൻ എങ്ങനെ എനിക്ക് തോന്നുന്നു ഓരോ പാട്ട് കഴിയും തോറും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ റൗണ്ടിൽ കണ്ട ഇവാനല്ല ഇത്. വളരെ മനോഹരമായിട്ട് പാടി. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം ഇവിടുന്ന് കാണാനായിട്ട്. അവിടെ പുറകിലൊരു വലിയ മദർ തെരേസമ്മ, ഇവിടെ ഒരു കുട്ടി മദർ തെരേസമ്മ. നല്ല രസമായിരുന്നു. ഞാനതാണ് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏഞ്ചലീന ഇപ്രാവശ്യം ഒരു കുഴപ്പമില്ലായിരുന്നു.
കേട്ടോ, നന്നായി പാടി. കഴിഞ്ഞ റൗണ്ടിനേക്കാളും വോയിസ് ഒക്കെ നല്ല ഒന്നുകൂടെ തുറന്ന് ബ്രൈറ്റ് ആയിട്ട് പാടി ഇന്ന്. വളരെ നന്നായിരുന്നു. അത് ആ ഒരു ഇൻഹിബിഷൻ വെക്കണ്ട, എന്തായാലും ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടല്ലോ. അങ്ങ് നന്നായി പാടുക. ഞങ്ങൾക്ക് തോന്നിയ മോള് നന്നായിട്ട് വോയിസ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ അപ്പ് ആയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ. ആത്മാവിലയടിയായി ഇമ്പമൃദു തന്ത്രികളുണരും